Dear students, നമുക്ക് സർഫസ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിന്റെ 12ാമത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക് പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സ്. ട്രൂ സൊല്യൂഷൻസിൽ നിന്ന് കൊളോയിഡ്സിനുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ മനസ്സിലാക്കിയിരുന്നു. കൊളോയിഡ്സിന്റെ ചില പ്രത്യേകതകൾ. കൊളോയിഡൽ സൊല്യൂഷനുകൾ ഹെറ്ററോജീനിയസ് ആണ്. അവരെ നമുക്ക് കൊളോയിഡൽ സൊല്യൂഷനിലെ പാർട്ടിക്കിളുകളെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? ഇല്ല, നമുക്ക് അവരെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ഓർഡിനറി മൈക്രോസ്കോപ്പ് വഴി നമുക്ക് അവരെ കാണാൻ പറ്റില്ല. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ മാത്രമേ നമുക്ക് കൊളോയിഡൽ പാർട്ടിക്കിളുകളെ കാണാൻ സാധിക്കുന്നുള്ളൂ. അവർ സെറ്റിൽ ചെയ്യുമോ? ഒരു കൊളോയിഡൽ സൊല്യൂഷൻ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം കഴിയുമ്പോൾ അത് സെറ്റിൽ ചെയ്യുമോ? ഇല്ല, they do not settle under gravity. They are semi transparent. അല്ലെ, ലൈറ്റിനെ കുറിച്ച് മാത്രമേ അവർ കടത്തി വിടുന്നുള്ളൂ. പാർഷ്യലി ട്രാൻസ്പെയറൻ്റ് ആണ്, അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻ്റ് ആണ് എന്ന് പറയും. ഒരു കൊളോയിഡൽ സൊല്യൂഷനെ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റുമോ? ഓർഡിനറി ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് അവരെ ഫിൽട്ടർ ചെയ്യാൻ പറ്റില്ല. കാരണം DP പാർട്ടിക്കിൾസ് സുഖമായി ഓർഡിനറി ഫിൽറ്റർ പേപ്പറിൽ കൂടി കടന്നു പോകും. What about a parchment membrane? നമ്മളൊരു പാർച്ച്മെന്റ് മെംബ്രെയിൻ അഥവാ സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് കൊളോയിഡൽ സൊല്യൂഷനെ ഫിൽട്ടർ ചെയ്യാം. DP പാർട്ടിക്കിൾസ് മെംബ്രെയിനിൽ തന്നെ, സെമി പെർമിയബിൾ മെംബ്രെയിനിൽ തന്നെ റീറ്റെയിൻ ചെയ്യും. അപ്പോൾ ഇത്തരം ജനറൽ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വരികയാണ്. പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സ് അഥവാ ചാർജ് ഓഫ് കൊളോയിഡ്സ്. കൊളോയിഡിന് ചാർജ് ഉണ്ടോ? കൊളോയിഡിന്റെ ചാർജ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക അതിലെ DP പാർട്ടിക്കിൾസിന്റെ ചാർജിനെയാണ്. ഡിസ്പേഴ്സ്ഡ് ഫേസ് പാർട്ടിക്കിൾസിന്റെ ചാർജിനെയാണ് നമ്മളൊരു കൊളോയിഡിന്റെ ചാർജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഒരു കൊളോയിഡൽ സൊല്യൂഷൻ ആസ് എ ഹോൾ എടുത്താൽ അത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. പക്ഷെ അതിലെ DP പാർട്ടിക്കിൾസ്, ചില കൊളോയിഡുകളിൽ DP പാർട്ടിക്കിൾസിന് പോസിറ്റീവ് ചാർജ് ആവാം, ചില കൊളോയിഡുകളിൽ DP പാർട്ടിക്കിൾസിന് നെഗറ്റീവ് ചാർജ് ആവാം. ഇപ്പോൾ പാർട്ടിക്കിൾസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിൽ മീഡിയം പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ബട്ട് ദ DP പാർട്ടിക്കിൾസ് ഇൻ ഈച്ച് ആൻഡ് എവറി കൊളോയിഡ് ക്യാരി എ ചാർജ്. ഓരോ കൊളോയിഡിലും DP പാർട്ടിക്കിൾസിനൊരു ചാർജ് ഉണ്ട്. അപ്പോൾ കൊളോയിഡൽ സൊല്യൂഷനുകളെ നമുക്ക് നെഗറ്റീവ്ലി ചാർജ്ഡ് എന്നും പോസിറ്റീവ്ലി ചാർജ്ഡ് എന്നും രണ്ടായി തിരിക്കാം. നെഗറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് പോസിറ്റീവ്ലി ചാർജ്ഡ്. താഴെ ചാർജ് കൊളോയിഡൽ സൊല്യൂഷന്റെ ചാർജ് ആണോ? അല്ല, അതിലെ DP പാർട്ടിക്കിൾസിന്റെ ചാർജ്. നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് എന്ന് പറഞ്ഞാൽ DP പാർട്ടിക്കിളുകൾക്ക് നെഗറ്റീവ് ചാർജ് ആണ്. അതിന് ഉദാഹരണങ്ങളാണ് മെറ്റൽ സോളുകൾ, ഗോൾഡ് സോള്, സിൽവർ സോള്, പ്ലാറ്റിനം സോൾ എക്സെട്ര. മെറ്റൽ സൾഫൈഡ് സോളുകൾ, ആഴ്സനിക് സൾഫൈഡിന്റെ സോള്, സ്റ്റാർച്ച്, ഗ്ലൂ, ജെലാറ്റിൻ, ക്ലേ, ചാർക്കോൾ. അതുകൂടാതെ ചില ഡൈസ് ഉണ്ട്. ഡൈസ് എന്ന് പറഞ്ഞാൽ കളറിങ് ഏജൻസ് ആണ്. ലൈക്ക് കോങ്കോ റെഡ്, ഇയോസിൻ എക്സെട്ര. ഇവരൊക്കെ നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡുകൾക്ക് ചില എക്സാമ്പിൾസ് ആണ്. പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡുകൾക്ക് എക്സാമ്പിൾ ആണ് ഹീമോഗ്ലോബിൻ, മെറ്റൽ ഹൈഡ്രോക്സൈഡ് സോളുകൾ, ഫെറിക്
ഹൈഡ്രോക്സൈഡ്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ് എക്സെട്ര. അതുകൂടാതെ ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് സോൾട്സ്. ഉദാഹരണം Fe2O3 XH2O. ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് സോളുകൾ. ചില മെറ്റൽ ഓക്സൈഡുകളുടെ സോളുകൾ ലൈക്ക് ടൈറ്റാനിയം ഡയോക്സൈഡിൻ്റെ സോള്. ദെൻ ചില ഡൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ചില കളറിംഗ് ഏജൻസ് പറഞ്ഞല്ലോ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട്, അതുപോലെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയ ചില കളറിംഗ് ഏജൻസിൻ്റെ സോളുകളാണ് മെത്തിലീൻ ബ്ലൂ, Prussian blue, etc. So these are examples for negatively charged and positively charged colloids. കണ്ടല്ലോ. ഇനി എന്തുകൊണ്ടായിരിക്കും കൊളോയിഡൽ സൊല്യൂഷനിലെ DP പാർട്ടിക്കിൾസിന് ചാർജ് വരിക? What is the reason for the charge of a colloid? അല്ലെങ്കിൽ origin of charge of a colloid. Reason for charge. ചാർജ് ഉണ്ടാകുന്നത് എങ്ങനെ എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. റബ്ബിംഗ് വഴി അഥവാ ഉരസൽ വഴി ചാർജ് ഉണ്ടാവാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ചീപ്പ് എടുത്ത് നമ്മുടെ തലയിൽ ശക്തിയായി കുറേ നേരം ചീവിയതിന് ശേഷം ആ ചീപ്പിനെ കുറച്ച് പേപ്പർ കഷ്ണങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുചെന്നാൽ പേപ്പർ കഷ്ണങ്ങൾ ചീപ്പിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. അതിൻ്റെ കാരണം ഈ റബ്ബിംഗ് വഴി ചീപ്പിലൊരു ചാർജ് ഉണ്ടായതാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ കാരണം കൊണ്ട് തന്നെ കൊളോയിഡിനും ചാർജ് ഉണ്ടാവാം. DP പാർട്ടിക്കിളുകൾ ഡിസ്പേർഷൻ മീഡിയത്തിനകത്ത് വെറുതെ ഫിക്സഡ് ആയിട്ടിരിക്കുകയല്ല, ദേ ആർ ഓൾവേസ് മൂവിങ്. അങ്ങനെ മൂവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് DP പാർട്ടിക്കിളുകൾ പരസ്പരം കൊളൈഡ് ചെയ്യുന്നുണ്ട്, ഡിസ്പേർഷൻ മീഡിയത്തിലെ പാർട്ടിക്കിളുകളോടും കൊളൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു റബ്ബിംഗ് ഉണ്ടാവുന്നുണ്ട്. ആ റബ്ബിംഗ് വഴി ചാർജ് പ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ ഉണ്ടാകുന്ന ചാർജിനെ നമ്മൾ വിളിക്കുന്ന പേര്, അങ്ങനെ ചാർജ് ഉണ്ടാകുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫ്രിക്ഷണൽ ഇലക്ട്രിഫിക്കേഷൻ. റബ്ബിംഗ് വഴി ചാർജ് ഉണ്ടാകുന്നതിനെയാണ് ഫ്രിക്ഷണൽ ഇലക്ട്രിഫിക്കേഷൻ എന്ന് വിളിക്കുക. രണ്ടാമത്തെ കാരണം ഇലക്ട്രോൺ ക്യാപ്ചർ. ഇലക്ട്രോണിനെ പിടിച്ചെടുക്കുന്നു. ഉദാഹരണത്തിന് നമ്മൾ കൊളോയിഡിന്റെ പ്രിപ്പറേഷൻ പഠിച്ചപ്പോൾ ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷൻ അഥവാ ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടാവും. മെറ്റൽ സോളുകളുടെ ഒരു പ്രിപ്പറേഷൻ മെത്തേഡാണ് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. അവിടെ നമ്മൾ എങ്ങനെയാണ് സോള് പ്രിപ്പയർ ചെയ്തത്? നമ്മൾ ഏത് ഡിസ്പേർഷൻ മീഡിയത്തിലാണോ സോള് പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുക ആ ഡിസ്പേർഷൻ മീഡിയം എടുക്കുന്നു. അതിലേക്ക് ഏത് മെറ്റലിൻ്റെ സോളാണോ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇപ്പോൾ ഗോൾഡ് സോൾ ആണെങ്കിൽ 2 ഗോൾഡ് ഷീറ്റ്, ഗോൾഡിൻ്റെ 2 പീസ് ഈ ഡിസ്പേർഷൻ മീഡിയത്തിലേക്ക് ഇറക്കി വയ്ക്കുന്നു. എന്നിട്ട് അവർക്കിടയിലേക്ക് ഒരു ഇലക്ട്രിക് ആർക്ക് കടത്തി വിടുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഗോൾഡ് ആണെങ്കിൽ ആ മെറ്റൽ ഗോൾഡിൻ്റെ ഷീറ്റിൽ നിന്ന് അല്ലെങ്കിൽ റോഡിൽ നിന്ന് ഗോൾഡിൻ്റെ ആറ്റങ്ങൾ വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറി, നല്ല ഹൈ ഹീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുക ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ. അപ്പോൾ വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറി ആ ആറ്റങ്ങൾ ഡിസ്പേർഷൻ മീഡിയത്തിലേക്ക് വരുന്നു. അപ്പോൾ മീഡിയത്തിനെ എടുത്തു വച്ചിരിക്കുന്ന ഡിസ്പേർഷൻ മീഡിയം എടുത്തു വച്ചിരിക്കുന്ന പാത്രത്തെ നമ്മൾ ഐസ് ബാത്തിലാണ് ഇറക്കി വെച്ചിരിക്കുക. അപ്പോൾ വേഗത്തിൽ തണുത്ത് കണ്ടൻസ് ചെയ്ത് ഈ വേപ്പർ സ്റ്റേറ്റിലിരുന്ന മെറ്റൽ ആറ്റങ്ങൾ കണ്ടൻസ് ചെയ്ത് അഗ്രഗേറ്റ് ചെയ്ത് കൊളോയിഡൽ സൈസിലേക്ക് മാറുന്നു. അതാണ് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് അല്ലേ. അപ്പോൾ അവിടെ ഈ വേപ്പറൈസേഷൻ നടക്കുന്ന സമയത്ത് വളരെ ഉയർന്ന ഹീറ്റാണ് ഇലക്ട്രിക് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ വേപ്പറൈസേഷൻ നടക്കുന്നതിനൊപ്പം ചില ആറ്റങ്ങൾ അയോണൈസ് ചെയ്യാം. അപ്പോൾ അവിടെ ഇലക്ട്രോണുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോണുകളെ ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് അവരുടെ സർഫസിലേക്ക് കയറിയിരിക്കാൻ അനുവദിക്കുന്നു, സർഫസിലേക്ക് അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ DP പാർട്ടിക്കിൾസിന്റെ സർഫസിലേക്ക് ഇലക്ട്രോണുകൾ അബ്സോർബ് ചെയ്യപ്പെട്ടാൽ DP പാർട്ടിക്കിൾസിന് എന്ത് ചാർജ് കിട്ടും? നെഗറ്റീവ് ചാർജ് കിട്ടും. അതാണ് ഇലക്ട്രോൺ ക്യാപ്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക.
അതാണ് മെറ്റൽ സോളുകൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ് എന്ന് പറയാനുള്ള കാരണം തന്നെ ഈ ഇലക്ട്രോൺ ക്യാപ്ചർ ആണ്. മറ്റൊരു കാരണം ഡിസോസിയേഷൻ ഓഫ് മോളിക്യൂൾസ് followed by aggregation. ആദ്യം ഡിസോസിയേറ്റ് ചെയ്യുന്നു, പിന്നെ അഗ്രഗേറ്റ് ചെയ്യുന്നു. ഉദാഹരണം, നമ്മൾ സോപ്പ് സൊല്യൂഷൻ പഠിച്ചിരുന്നു. സോപ്പ് സൊല്യൂഷൻ ഏത് തരം കൊളോയിഡ് ആണ്? അസോസിയേറ്റഡ് കൊളോയിഡ് ആണ് അല്ലേ? വെള്ളത്തിലേക്ക് സോപ്പിനെ ഇടുമ്പോൾ സോപ്പ് ആദ്യം അയണൈസ് ചെയ്യാണ് സോപ്പിന്റെ മോളിക്യൂൾസ്. സോപ്പിനെ നമ്മൾ RCOONA എന്നാണ് റെപ്രസെന്റ് ചെയ്യുക, മോളിക്കുലാർ ഫോർമുല. അതിന്റെ ജനറൽ ഫോർമുല RCOONA എന്നാണ്, സോഡിയം സോൾട്ട് ഓഫ് ഹയർ ഫാറ്റി ആസിഡ്. അപ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ ഇതെന്താ ചെയ്യണേ? ഈ മോളിക്യൂൾസ് അയണൈസ് ചെയ്ത് RCOO- ആൻഡ് Na പോസിറ്റീവ് ആയിട്ട് മാറുകയാണ്. അപ്പൊ നെഗറ്റീവ് അയോണുകൾ ഉണ്ടായി സൊല്യൂഷനിൽ. അപ്പൊ കോൺസെൻട്രേഷൻ വളരെ കുറവാണെങ്കിലും സോപ്പിന്റെ ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണെങ്കിൽ യൂണിഫോം ആയിട്ട് ഈ അയോണുകൾ വെള്ളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതൊരു ട്രൂ സൊല്യൂഷൻ ആയി ബിഹേവ് ചെയ്യും. പക്ഷെ കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് ഈ RCOO- അഥവാ നെഗറ്റീവ് അയോണുകളുടെ എണ്ണം ആ സൊല്യൂഷനിൽ കൂടും. അപ്പൊ അവരെന്താ ചെയ്യുക? ആ നെഗറ്റീവ് അയോൺസ് അഗ്രഗേറ്റ് ചെയ്യുന്നു അഥവാ കൂടിച്ചേരുന്നു. എന്നിട്ട് ആ അഗ്രഗേറ്റ് പാർട്ടിക്കിളുകളുടെ സൈസ് കൊളോയിഡൽ സൈസ് ആണ്. അവരെ വിളിക്കുന്ന പേര് മിസെല്ലേസ് എന്നാണ്, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ തുടക്കത്തില് മോളിക്യൂൾസ് ആയിരുന്നു, വെള്ളത്തിൽ ഇട്ടപ്പോൾ അത് ആദ്യം അയണൈസ് ചെയ്തു. അവരുടെ കോൺസെൻട്രേഷൻ കൂടിയപ്പോൾ ഈ അയോണുകൾ എന്ത് ചെയ്തു? അഗ്രഗേറ്റ് ചെയ്തു ടു ഫോം പാർട്ടിക്കിൾസ് ഹാവിംഗ് കൊളോയിഡൽ സൈസ്. അപ്പോൾ സോപ്പ് സൊല്യൂഷന് എന്ത് ചാർജ് ആയിരിക്കും? കൊളോയിഡൽ സ്റ്റേറ്റിൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കും. That is another reason, dissociation of molecules followed by aggregation. Then another reason is preferential adsorption of ions. Preferential adsorption of ions. ഇതാണ് ഒരു കൊളോയിഡിന്റെ ചാർജ് ഉണ്ടാകാനുള്ള മെയിൻ റീസൺ. ഈ നാലാമത്തേതാണ് പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ഓഫ് അയോൺസ്. ഇപ്പൊ 4 കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് ഫ്രിക്ഷണൽ ഇലക്ട്രിഫിക്കേഷൻ അഥവാ റബ്ബിംഗ് വഴി ഉണ്ടാകുന്ന ചാർജ്. രണ്ടാമത്തേത് ഇലക്ട്രോൺ ക്യാപ്ചർ വഴി ഉണ്ടാകുന്ന ചാർജ്. മൂന്നാമത്തേത് മോളിക്യൂൾസ് ഡിസോസിയേറ്റ് ചെയ്ത് അഗ്രഗേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചാർജ്. നാലാമത്തേത് പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ഓഫ് അയോൺസ്. അപ്പൊ നാലാമത്തെ കാരണം എന്താണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ഓഫ് അയോൺസ്. ഏത് കൊളോയിഡിന്റെയും ചാർജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ആണ്. പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ആരെയോ പ്രത്യേകമായിട്ട് അഡ്സോർബ് ചെയ്യും, പ്രിഫറൻസ് കൊടുത്ത് അഡ്സോർബ് ചെയ്യും. ഇപ്പൊ ഉദാഹരണം, ഞാൻ സിൽവർ അയോഡൈഡ് സോള് പ്രിപ്പയർ ചെയ്യാൻ നോക്കുകയാണ്. വാട്ടർ ഡിസ്പേർഷൻ മീഡിയമാണ്, അതിലേക്ക് സിൽവർ അയോഡൈഡ് പാർട്ടിക്കിൾസ് ഇട്ട് സോള് പ്രിപ്പയർ ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ആ പ്രിപ്പറേഷൻ മെത്തേഡ് ഇതാണ്, കെമിക്കൽ റിയാക്ഷൻ ഇതാണ്. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനും പൊട്ടാസ്യം അയോഡൈഡ് സൊല്യൂഷനും തമ്മിലുള്ള റിയാക്ഷനാണ് അക്വസ് സൊല്യൂഷൻ. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ നമുക്ക് ഇതാ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. AgNO3 plus 8Ki giving AgI plus KNO3. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം ഒരു പാത്രത്തിൽ
ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് സിൽവർ നൈട്രേറ്റ് എടുത്ത് വെച്ചു. AgNO3 സൊല്യൂഷൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിനകത്തേക്ക് ഞാൻ പൊട്ടാസ്യം അയോഡൈഡിനെ ആഡ് ചെയ്തു. A slight excess of potassium iodide is added. അപ്പോൾ ഇവിടെ ഈ AgNO3 ഒരു ഫിക്സഡ് എമൗണ്ട് എനിക്കറിയാം എത്ര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് Ki ആഡ് ചെയ്ത് തുടങ്ങുമ്പോൾ എന്തുണ്ടാവാൻ തുടങ്ങും? സിൽവർ അയോഡൈഡ് ഉണ്ടാകാൻ തുടങ്ങും. അപ്പോൾ ഈ ഞാൻ എടുത്തു വച്ചിരിക്കുന്ന സിൽവർ നൈട്രേറ്റിലെ മുഴുവൻ സിൽവറിനെയും AgI ആയി മാറ്റാൻ എത്ര പൊട്ടാസ്യം അയോഡൈഡ് വേണം എന്ന് നീ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ആ വേണ്ടുന്ന പൊട്ടാസ്യം അയോഡൈഡിനേക്കാൾ ഇത്തിരി കൂടുതൽ പൊട്ടാസ്യം അയോഡൈഡ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിനുള്ളിൽ സിൽവർ അയോഡൈഡിൻ്റെ TP പാർട്ടിക്കിൾസ് ആയിട്ട് മാറുകയാണ്. സിൽവർ അയോഡൈഡ് ഫോം ചെയ്യുന്നു AgI. അപ്പോൾ മുഴുവൻ സിൽവറും AgI ആയി മാറിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആഡ് ചെയ്യുന്ന I- മുഴുവനും പൊട്ടാസ്യം അയോഡൈഡ് വീണ്ടും ആഡ് ചെയ്താൽ I- സൊല്യൂഷനിൽ ഫ്രീ ആയിട്ടുണ്ട്, K+ സൊല്യൂഷനിൽ ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഫോം ചെയ്യുന്ന AgI സൊല്യൂഷനിൽ നിന്ന് I- അഡ്സോർബ് ചെയ്യുന്നു. സിൽവർ അയോഡൈഡിലെ അയോണുകൾക്ക് കോമൺ ആയിട്ട് ഈ സൊല്യൂഷനിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കുന്നത് I- ആണ്. സിൽവർ അയോഡൈഡിൽ Ag+ ഉണ്ട്, I- ഉണ്ട്. അപ്പോൾ സൊല്യൂഷനിൽ ഇപ്പോൾ ഞാൻ പൊട്ടാസ്യം അയോഡൈഡ് ആണ് എക്സസ് ആഡ് ചെയ്തത്. അപ്പോൾ സൊല്യൂഷനിൽ ഫ്രീ ആയിട്ടുള്ളത് I- K+ ആണ്. അതിൽ AgIക്ക് കോമൺ ആയിട്ടുള്ളത് I- ആണ്. അപ്പോൾ AgI എന്ത് ചെയ്യും? അതിൻ്റെ സർഫസിലേക്ക് I- അയോണുകളെ അഡ്സോർബ് ചെയ്യും. പ്രിഫറൻഷ്യലായിട്ട് എടുത്തതാണ്. K+ഉം I- ഫ്രീ ആയിട്ടുണ്ട്. പക്ഷെ ആരെ എടുത്തു? K+നെ എടുത്തില്ല, I- പ്രിഫറൻഷ്യലായി അഡ്സോർബ് ചെയ്തു. അപ്പോൾ ഇതിന് എന്ത് ചാർജ് വരും? നെഗറ്റീവ് ചാർജ് വരും. അപ്പോൾ സിൽവർ നൈട്രേറ്റിലേക്ക് എക്സസ് പൊട്ടാസ്യം അയോഡൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്താൽ എനിക്ക് കിട്ടുന്ന സിൽവർ അയോഡൈഡ് സോളിൻ്റെ ചാർജ് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഇനി ഇതിന് പകരം ഞാനൊരു ബീക്കറിൽ പൊട്ടാസ്യം അയോഡൈഡ് സൊല്യൂഷൻ എടുത്ത് വച്ചിരിക്കാം. അതിലേക്ക് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യും. ഇവിടെയുള്ള KIയിലെ I- മുഴുവനും AgI ആയി മാറ്റാൻ എത്ര സിൽവർ നൈട്രേറ്റ് വേണം എന്നെനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനേക്കാൾ ഒരിത്തിരി കൂടുതൽ സിൽവർ നൈട്രേറ്റ് ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ AgI മുഴുവനായിട്ടും ഇവിടെ I- എടുത്ത് AgI ഫോം ചെയ്യുന്നു. മുഴുവനും AgI ആയിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആഡ് ചെയ്ത സിൽവർ നൈട്രേറ്റ് എക്സസ് ആയിട്ട് Ag+ഉം NO3- സൊല്യൂഷനിൽ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ സിൽവർ അയോഡൈഡ് ഫോം ചെയ്തവർ സൊല്യൂഷനിൽ ഫ്രീ ആയിട്ട് Ag+ ഉണ്ട്, NO3- ഉണ്ട്. അപ്പോൾ ആരെ എടുക്കും? പ്രിഫറൻഷ്യലായിട്ട് Ag+ അയോണുകളെ സർഫസിലേക്ക് അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ ഈ കിട്ടിയ സിൽവർ അയോഡൈഡ് സോളിൻ്റെ ചാർജ് എന്താ? പോസിറ്റീവ്ലി ചാർജ്ഡ്. അപ്പോൾ ആദ്യത്തെ കേസിൽ I- അയോണുകളെ പ്രിഫറൻഷ്യലായിട്ട് അബ്സോർബ് ചെയ്തു. സിൽവർ അയോഡൈഡ് സോൾ ഫോംഡ് ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. രണ്ടാമത്തെ കേസിൽ പൊട്ടാസ്യം അയോഡൈഡ് സൊല്യൂഷനിലേക്ക് എക്സസ് സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്തപ്പോൾ ഫോം ചെയ്ത സിൽവർ അയോഡൈഡ് എന്ത് ചെയ്തു? സൊല്യൂഷനിൽ നിന്ന് Ag+ അയോണുകളെ പ്രിഫറൻഷ്യലായി അബ്സോർബ് ചെയ്തു. അപ്പോൾ സിൽവർ അയോഡൈഡ് സോളിന് കിട്ടിയ ചാർജ് പോസിറ്റീവ് ചാർജ് ആണ്. ദിസ് ഈസ് കോൾഡ് പ്രിഫറൻഷ്യൽ അബ്സോർപ്ഷൻ ഓഫ് അയോൺസ്. അപ്പോൾ സിൽവർ അയോഡൈഡ് സോൾ ക്യാൻ ബി either negatively charged or positively charged depending on the method of preparation. മനസ്സിലായോ? So this is preferential absorption. DP പാർട്ടിക്കിളുകൾ അവരുടെ അയോണുകൾക്ക് കോമൺ ആയിട്ടുള്ള അയോണിനെ സൊല്യൂഷനിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നതിനെയാണ് പ്രിഫറൻഷ്യൽ അബ്സോർപ്ഷൻ എന്ന് വിളിക്കുക. ഓക്കെ,
അപ്പോൾ ഇത് പിടികിട്ടിയിട്ടുണ്ടല്ലോ. ഇതാണ് പ്രധാന കാരണം. സോളിൻ്റെ DP പാർട്ടിക്കിളുകളുടെ അല്ലെങ്കിൽ കൊളോയിഡിൻ്റെ ചാർജിൻ്റെ പ്രധാന കാരണം പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ആണ്. ക്ലിയർ ആയോ? ഇനി ഒരു എക്സാമ്പിൾ കൂടെ വേണമെങ്കിൽ നമുക്ക് നോക്കാം. FeCl3 ഫെറിക് ക്ലോറൈഡിനെ ഹോട്ട് വാട്ടറിലേക്ക് ആഡ് ചെയ്യാം. ഹോട്ട് വാട്ടറിലേക്ക് ആഡ് ചെയ്താൽ എനിക്ക് കിട്ടുക ഫെറിക് ഹൈഡ്രോക്സൈഡ്, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം? Fe2O3XH2. അപ്പോൾ ഫെറിക് ക്ലോറൈഡിനെ ഹോട്ട് വാട്ടറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഫെറിക് ഹൈഡ്രോക്സൈഡ് പാർട്ടിക്കിൾസ് ഫോം ചെയ്യാം. അപ്പോൾ ഈ ഫെറിക് ഹൈഡ്രോക്സൈഡ് ഫെറിക് ക്ലോറൈഡിൽ നിന്ന് Fe3+ അയോണുകളെ പ്രിഫറൻഷ്യലായി അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ ഫെറിക് ഹൈഡ്രോക്സൈഡ് സോളിന് കിട്ടുന്ന ചാർജ് പോസിറ്റീവ് ചാർജാണ്. ഇനി ഇതിന് പകരം ഫെറിക് ഹൈഡ്രോക്സൈഡ് സോള് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഫെറിക് ക്ലോറൈഡിനെ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ അക്വസ് സൊല്യൂഷനിലേക്കാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഉണ്ടാകുന്ന ഫെറിക് ഹൈഡ്രോക്സൈഡ് FeOH സൊല്യൂഷനിൽ നിന്ന് OH- അയോണുകളെയാണ് സർഫസിലേക്ക് അബ്സോർബ് ചെയ്യുക. അപ്പോൾ ഫെറിക് ഹൈഡ്രോക്സൈഡിന് കിട്ടുന്ന ചാർജ് നെഗറ്റീവ് ചാർജ് ആണ്. ദിസ് ഇസ് അനദർ എക്സാമ്പിൾ ഫോർ പ്രിഫറൻഷ്യൽ അബ്സോർപ്ഷൻ. ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷനെ ഹോട്ട് വാട്ടറിലേക്ക് ആഡ് ചെയ്താൽ ഫെറിക് ഹൈഡ്രോക്സൈഡ് സോളിന്റെ ചാർജ് പോസിറ്റീവ് ആയിട്ടാണ് കാണപ്പെടുക. കാരണം എന്താ? Fe3+ അയോണുകളെ പ്രിഫറൻഷ്യലായി അബ്സോർബ് ചെയ്തതുകൊണ്ട്. മറിച്ച് ഫെറിക് ക്ലോറൈഡിനെ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ അക്വസ് സൊല്യൂഷനിലേക്കാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അവിടെയും ഫെറിക് ഹൈഡ്രോക്സൈഡ് ആണ് ഫോം ചെയ്യുക. പക്ഷേ അത് സൊല്യൂഷനിൽ നിന്ന് ആരെ എടുക്കും? OH- സർഫസിലേക്ക് അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് we get a negatively charged soul. This is another example for preferential absorption. Okay, clear ആയി? ഇനി ഇവിടെ ഞാൻ സിൽവർ അയോഡൈഡിന്റെ നെഗറ്റീവ്ലി ചാർജ്ഡ് സോളിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. സിൽവർ അയോഡൈഡിന്റെ DP പാർട്ടിക്കിൾസ് സൊല്യൂഷനിൽ നിന്ന് I- പ്രിഫറൻഷ്യലായിട്ട് അബ്സോർബ് ചെയ്ത് വച്ചിരിക്കുകയാണ്. ഇപ്പം നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് ഇത് കിട്ടിയത് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിലേക്ക് എക്സസ് പൊട്ടാസ്യം അയോഡൈഡ് ആഡ് ചെയ്തപ്പോഴാണ്. പൊട്ടാസ്യം അയോഡൈഡ് എക്സസ് ആഡ് ചെയ്തത് കൊണ്ടാണ് സൊല്യൂഷനിൽ ഫ്രീ ആയിട്ട് I- ഉണ്ടായിരുന്നത്. അവരെയാണ് ഇയാൾ വിളിച്ച് സർഫസിലേക്ക് കയറ്റിയിരുത്തിയിരിക്കുന്നത്. അപ്പോൾ എക്സസ് പൊട്ടാസ്യം അയോഡൈഡ് ആഡ് ചെയ്യുമ്പോൾ സൊല്യൂഷനിൽ K+ഉം I- എക്സസ് ആയിട്ട് ഉണ്ടാകുക. അപ്പോൾ I- സിൽവർ അയോഡൈഡ് ആദ്യമായി കയറ്റിയിരുത്തി. ഇനി ഈ സിൽവർ അയോഡൈഡിന്റെ സർഫസിൽ അബ്സോർബ് ചെയ്തിരിക്കുന്ന ഈ I- സൊല്യൂഷനിലെ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആയ K+നെ അട്രാക്ട് ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ടാവില്ലേ? ഓപ്പോസിറ്റ് ചാർജുകൾ പരസ്പരം അട്രാക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ്ഡ് ആയ DP പാർട്ടിക്കിൾസ് ഉണ്ടായി കഴിയുമ്പോൾ ഈ DP പാർട്ടിക്കിൾസിന്റെ സർഫസിൽ അബ്സോർബ് ചെയ്തിരിക്കുന്ന ഈ നെഗറ്റീവ് അയോണുകൾ സൊല്യൂഷനിൽ ഫ്രീ ആയിട്ടുള്ള പോസിറ്റീവ് അയോണുകളെ അവർക്ക് അടുത്തേക്ക് അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? I- ആരെ വലിക്കും? K+നെ അടുത്തേക്ക് വലിക്കും. അപ്പോൾ ഈ സിൽവർ അയോഡൈഡ് സോളിന്റെ പാർട്ടിക്കിൾസിന് DP പാർട്ടിക്കിൾസിന് ചുറ്റും K+ അയോണുകളുടെ ഒരു വലയം കൂടി ഉണ്ടാവും. അപ്പോൾ
ഡിസ്പേഴ്സ്ഡ് ഫേസ് പാർട്ടിക്കിളുകളുടെ ചാർജ് ഇവിടെ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആകാൻ കാരണം നെഗറ്റീവ് അയോണുകളെയാണ് ഇവർ സർഫസിലേക്ക് പ്രിഫറൻഷ്യലായി കയറ്റിയിരുത്തിയിരിക്കുക. ഈ നെഗറ്റീവ് അയോണുകൾ സൊല്യൂഷനിൽ നിന്ന് പോസിറ്റീവ് അയോണുകളെ അട്രാക്ട് ചെയ്യുന്നത് കൊണ്ട് ഈ ഡി പി പാർട്ടിക്കിൾസിന് ചുറ്റും ഒരു പോസിറ്റീവ് അയോണുകളുടെ വലയം കൂടി ഉണ്ടാകുന്നുണ്ട്. So this dp particles are surrounded by two oppositely charged layers. ഒന്ന് AgIയുടെ സർഫസിലിരിക്കുന്ന I- ലെയർ, രണ്ടാമത്തേത് I- വിളിച്ചു വരുത്തിയ K+ന്റെ ലെയർ. ടു ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ലെയേഴ്സ്. അതിൽ ആദ്യത്തെ ലെയർ ഇവിടെ I- ആണ്. ആദ്യത്തെ ലെയർ ഇറ്റ് ഈസ് എ ഫിക്സഡ് ലെയർ. സർഫസിൽ കയറി അബ്സോർബ് ചെയ്തിരിക്കുകയാണ്, ഫിക്സ്ഡ് ആണ്. അവർ വിളിച്ചു വരുത്തിയതാണ് K+നെ. സോ ദിസ് ഇസ് ഈ രണ്ടാമത്തെ ലെയർ K+ന്റെ ലെയർ, ഇറ്റ് ഈസ് കോൾഡ് ഡിഫ്യൂസ്ഡ് ലെയർ or it is also called a mobile layer. Similarly, ഇവിടെ നമ്മൾ നേരത്തെ കണ്ട മറ്റൊരു എക്സാമ്പിൾ വരച്ചിട്ടുണ്ടല്ലോ. സിൽവർ നൈട്രേറ്റിലേക്ക് പൊട്ടാസ്യം അയോഡൈഡ് ആഡ് ചെയ്യുന്നു, അതാണ് റിയാക്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ സിൽവർ അയോഡൈഡ് ഫോം ചെയ്തിരിക്കുമ്പോൾ പൊട്ടാസ്യം അയോഡൈഡ് സൊല്യൂഷൻ ഫിക്സഡ് എമൗണ്ട് എടുത്തു വെച്ച് അതിലേക്ക് എക്സസ് സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്തു. അപ്പോൾ AgI ഫോം ചെയ്ത് കഴിഞ്ഞു. സൊല്യൂഷനിൽ ഫ്രീ ആയിട്ട് Ag+ അയോണുകളുണ്ട്. ആ Ag+ അയോണുകളെ ആര് വലിച്ചെടുത്തിരിക്കുന്നു? സർഫസിലേക്ക് കയറ്റിയിരുത്തിയിരിക്കുന്നു സിൽവർ അയോഡൈഡ്. അപ്പോൾ ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് ഡി പി പാർട്ടിക്കിൾസ് ആയിട്ടിരിക്കുകയാണ്. ഇനി സിൽവർ നൈട്രേറ്റ് എക്സസ് ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ സൊല്യൂഷനിൽ Ag+ അയോണുകളെ പോലെ തന്നെ NO3- അയോണുകളും ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ ഈ AgIയുടെ സർഫസിലേക്ക് അബ്സോർബ് ചെയ്യപ്പെട്ട Ag+ അയോണുകൾ സൊല്യൂഷനിൽ നിന്ന് അവരുടെ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസ് ആയ NO3- അടുത്തേക്ക് വലിക്കുന്നു. അപ്പോൾ ഇവിടെ Ag+ന്റെ ലെയറിന് ചുറ്റും ആരുടെ ലെയർ കൂടി വരുന്നു? NO3- ലെയർ കൂടി വരുന്നുണ്ട്. ശരിയല്ലേ? അപ്പൊ ഇവിടെയും ഡി പി പാർട്ടിക്കിൾസിന് ചുറ്റും രണ്ട് ലെയർ ഉണ്ട്. ആദ്യത്തേത് ഡി പി പാർട്ടിക്കിൾസ് പ്രിഫറൻഷ്യലായി അബ്സോർബ് ചെയ്ത Ag+ന്റെ ലെയർ, ഇറ്റ് ഈസ് എ ഫിക്സഡ് ലെയർ. രണ്ടാമത്തേത് Ag+ സൊല്യൂഷനിൽ നിന്ന് വിളിച്ചു വരുത്തിയ NO3- ലെയർ, ദാറ്റ് ഈസ് എ മൊബൈൽ അഥവാ ഡിഫ്യൂസ്ഡ് ലെയർ. അപ്പോൾ ഇങ്ങനെ പ്രിഫറൻഷ്യൽ അബ്സോർപ്ഷൻ വഴി ചാർജ് ഉണ്ടാകുമ്പോൾ ഡി പി പാർട്ടിക്കിൾസിന്റെ ചാർജിന് കാരണമായ അയോണുകൾ സൊല്യൂഷനിൽ നിന്ന് അവരുടെ ഓപ്പോസിറ്റ് ചാർജ്ഡ് അയോണുകളെ കൂടി അടുത്തേക്ക് വലിക്കുന്നുണ്ടാകും. അപ്പോൾ ഓരോ ഡി പി പാർട്ടിക്കിളിന് ചുറ്റിലും ഡി പി പാർട്ടിക്കിൾസ് കയറ്റിയിരുത്തിയ ഒരു ഫിക്സഡ് ലെയറും ഫിക്സഡ് ലെയറിലെ അയോണുകൾ വിളിച്ചു വരുത്തിയ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോണുകളുടെ ഒരു മൊബൈൽ ലെയറും ഉണ്ടാകും. മനസ്സിലാവുന്നോ? അപ്പോൾ ഡി പി പാർട്ടിക്കിൾസിന് ചുറ്റും രണ്ട് ലെയർ ഓഫ് ഓപ്പോസിറ്റ് ചാർജുകളുണ്ട്. ഒന്നാമത്തേത് ഫിക്സഡ് ലെയർ, അബ്സോർബ് ചെയ്തിരിക്കുന്ന ലെയർ. രണ്ടാമത്തേത് മൊബൈൽ അഥവാ ഡിഫ്യൂസ്ഡ് ലെയർ. So because of the presence of these two oppositely charged layers, ഈ രണ്ട് ഓപ്പോസിറ്റ് ചാർജ്ഡ് ലെയറുകളുടെ പ്രസൻസ് കൊണ്ട് here there is a potential difference between these two layers. ഫിക്സഡ് ലെയറിന്റെ ചാർജിന്റെ ഓപ്പോസിറ്റ് ആണ് മൊബൈൽ ലെയറിന്റെ ചാർജ്. അപ്പോൾ ഈ വ്യത്യസ്ത ചാർജുകൾ തമ്മിൽ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. This potential difference created is called zeta potential or electrokinetic potential. Electrokinetic potential
എന്താണെന്ന് മനസ്സിലായോ? പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ വഴി dp പാർട്ടിക്കിളുകളുടെ സർഫസിലേക്ക് dp പാർട്ടിക്കിൾസിൽ കോമൺ ആയിട്ടുള്ള അയോണുകളെ അഡ്സോർബ് ചെയ്തിരുത്തുന്നു. ഉദാഹരണം, സിൽവർ അയോഡൈഡിന് Ag+ അയോണുകളെയും സർഫസിലേക്ക് കയറ്റിയിരുത്താം, I- അയോണുകളെയും കയറ്റിയിരുത്താം. ആരാണോ സൊല്യൂഷനിൽ ഫ്രീ ആയിട്ടുള്ളത് അതിനെ ആയിരിക്കും കയറ്റിയിരുത്തുക. സൊല്യൂഷനിൽ I- ആണ് ഫ്രീ ആയിട്ടുള്ളതെങ്കിൽ Agi I- കയറ്റിയിരുത്തുന്നു. അപ്പൊ അതൊരു ഫിക്സഡ് ലെയർ ആയി. ആ ഫിക്സഡ് ലെയർ സൊല്യൂഷനിൽ ഫ്രീ ആയിട്ടുള്ള ഓപ്പോസിറ്റ് ചാർജ്ഡ് അയോണുകളെ അടുത്തേക്ക് വലിക്കും. അപ്പോൾ I- ആണ് ഫിക്സഡ് ലെയർ ആയിട്ടിരിക്കുന്നതെങ്കിൽ അവർ സൊല്യൂഷനിൽ ഫ്രീ ആയിട്ടുള്ള പോസിറ്റീവ് ചാർജ്ഡ് അയോൺസിനെ, പൊട്ടാസ്യം അയോഡൈഡ് ആണ് ചേർക്കുന്നതെങ്കിൽ K+ ആയിരിക്കും ഫ്രീ ആയിട്ടുള്ളത്, K+ അയോണുകളെ അടുത്തേക്ക് വലിക്കുന്നു. അത് മൊബൈൽ ലെയർ ആണ്, മൂവബിൾ ആണ്. ഈ രണ്ട് ലെയറുകൾ തമ്മിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് സീറ്റ പൊട്ടൻഷ്യൽ ഓർ ഇലക്ട്രോകൈനറ്റിക് പൊട്ടൻഷ്യൽ. The difference in potential between the fixed layer and mobile layer around a dp particle is called theta potential or electrokinetic potential, and these two layers are together known as electrical double layer. Electrical double layer. രണ്ട് ലെയറുകളിലെ ഒന്ന് ഫിക്സ്ഡ് ആണ്, മറ്റേത് മൊബൈൽ അഥവാ ഡിഫ്യൂസ്ഡ് ആണ്. സോ ഇറ്റ് ഇസ് കോൾഡ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷനിൽ വരുന്ന ചില ടേംസ് ആണ് നമ്മൾ കണ്ടത്. ഫിക്സഡ് ലെയർ, ഡിഫ്യൂസ്ഡ് ലെയർ, ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ, സീറ്റ പൊട്ടൻഷ്യൽ ഓർ ഇലക്ട്രോകൈനറ്റിക് പൊട്ടൻഷ്യൽ. പിടികിട്ടിയോ? എന്താ ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ? The two oppositely charged layers surrounding dispersed phase particles are called electrical double layer. The difference in potential between the two layers surrounding dp particles is called theta potential or electrokinetic potential. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഇനി ഇപ്പം നമ്മൾ പറഞ്ഞു കൊളോയിഡിന് ചാർജ് ഉണ്ടെന്ന്. കൊളോയിഡൽ പാർട്ടിക്കിൾസിന് ചാർജ് ഉണ്ട്. അപ്പം നമ്മൾ അങ്ങനെയുള്ള ഒരു കൊളോയിഡൽ സൊല്യൂഷനിൽ കൂടി ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നു എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതേപോലെ ഒരു പടം ഞാൻ വരച്ചിട്ടുണ്ട് ഇവിടെ. ഈ ഒരു അപ്പാരറ്റസിൽ ഈ ലിമ്പുകളിൽ ഇതിനകത്ത് എടുത്ത് വച്ചിരിക്കുന്നത് കൊളോയിഡൽ സൊല്യൂഷനാണ്. ആ കൊളോയിഡൽ സൊല്യൂഷനിൽ ഈ റെഡ് സ്പോട്ടുകളായി കാണിച്ചിരിക്കുന്നതാണ് dp പാർട്ടിക്കിൾസ്. ഇപ്പോൾ dp പാർട്ടിക്കിൾസിനെ ഡിസ്പേർഷൻ മീഡിയത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. കൊളോയിഡിൽ ഹെറ്ററോജീനിയസ് സിസ്റ്റമായിട്ട് നിൽക്കുകയാണ്. അതിലേക്ക് ഞാൻ 2 പ്ലാറ്റിനം ഷീറ്റുകൾ വച്ചിരിക്കുന്നു. ആ പ്ലാറ്റിനം ഷീറ്റുകളെ ഒരു DC സോഴ്സുമായി കണക്ട് ചെയ്തിരിക്കുന്നു. ബാറ്ററിയുടെ നെഗറ്റീവ് പോളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോഡിനെ വിളിക്കുന്ന പേരാണ് കാഥോഡ്, നെഗറ്റീവ് ചാർജ്. പോസിറ്റീവ് പോളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോഡിനെയാണ് നമ്മൾ ആനോഡ് എന്ന് വിളിക്കുക. അപ്പോൾ ഒരു കൊളോയിഡൽ സൊല്യൂഷനെ എടുത്തു വച്ചിരിക്കുന്നു. അതിലെ 2 പ്ലാറ്റിനം ഷീറ്റുകൾ വെച്ചു, അവയെ DC സോഴ്സുമായിട്ട് കണക്ട് ചെയ്തു, ഇലക്ട്രിസിറ്റി കടത്തിവിടുകയാണ്. ഇലക്ട്രിസിറ്റി കടത്തിവിടുമ്പോൾ നമ്മുടെ കൊളോയിഡൽ സൊല്യൂഷനിലെ dp പാർട്ടിക്കിൾസിൻ്റെ ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള dp പാർട്ടിക്കിൾസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഡായ കാഥോഡിലേക്ക് മൂവ് ചെയ്യും. ഇനി കൊളോയിഡിന് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അവർ നെഗറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിലേക്ക് മൂവ് ചെയ്യും. കൊളോയിഡിന് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ആ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള dp പാർട്ടിക്കിൾസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഡായ ആനോഡിലേക്ക് മൂവ് ചെയ്യും. ശരിയല്ലേ? നമ്മൾ ഇലക്ട്രോളിസിസ് നടത്തുന്നതിന് തുല്യമാണ്. സൊല്യൂഷനിലേക്ക് 2 ഇലക്ട്രോഡുകളെ മുക്കി വെച്ചു, ഇലക്ട്രിസിറ്റി കൊടുത്താൽ അയോണുകൾ ഓപ്പോസിറ്റ് ചാർജുള്ള ഇലക്ട്രോഡുകളിലേക്ക് മൂവ് ചെയ്യും.
നെഗറ്റീവ് അയോണുകൾ പോസിറ്റീവ് ഇലക്ട്രോഡായ ആനോഡിലേക്ക് പോകും, പോസിറ്റീവ് അയോണുകൾ നെഗറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിലേക്ക് പോകും. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുക. ഇവിടെ കൊളോയിഡൽ സൊല്യൂഷനാണ് എടുത്തിരിക്കുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൊളോയിഡൽ സൊല്യൂഷൻ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിൽ അതിനകത്തുള്ള പോസിറ്റീവ് ചാർജുള്ള DP പാർട്ടിക്കിൾസ് എല്ലാം കൂടി എങ്ങോട്ട് മൂവ് ചെയ്യും? നെഗറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഇവിടെയൊക്കെ ഇരുന്ന ദൂരെ ഇരുന്ന പോസിറ്റീവ് ചാർജുള്ള DP പാർട്ടിക്കിൾസ് എല്ലാം കൂടി ഒരു സ്ഥലത്ത് ഇങ്ങനെ അഗ്രഗേറ്റ് ചെയ്യേണ്ടതും എല്ലാവരും കൂടെ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? നെഗറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിലേക്ക് മൂവ് ചെയ്യുന്നു. അവരെല്ലാവരും ഇങ്ങോട്ട് ഓടി വന്ന് ഈ നെഗറ്റീവ് ഇലക്ട്രോഡിന് ചുറ്റും അവര് അഗ്രഗേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. സോ ദിസ് മൂവ്മെന്റ് ഓഫ് colloidal particles under an electric field is called electrophoresis. ഒരു കൊളോയിഡൽ സൊല്യൂഷനിൽ കൂടി ഇലക്ട്രിസിറ്റി കടത്തിവിട്ടാൽ DP പാർട്ടിക്കിളുകൾ ഓപ്പോസിറ്റ് ചാർജുള്ള ഇലക്ട്രോഡിന് നേർക്ക് നീങ്ങുന്നു. പോസിറ്റീവ്ലി ചാർജ്ഡ് ആയ DP പാർട്ടിക്കിൾസ് ആണെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിലേക്ക് മൂവ് ചെയ്യും. നെഗറ്റീവ് ചാർജുള്ള DP പാർട്ടിക്കിൾസ് ആണെങ്കിൽ പോസിറ്റീവ് ഇലക്ട്രോഡായ ആനോഡിലേക്ക് മൂവ് ചെയ്യുന്നു. ദിസ് മൂവ്മെന്റ് ഓഫ് dispersed phase particles under an electric field is called electrophoresis. Another important term, electrophoresis. എന്താ? കൊളോയിഡൽ സൊല്യൂഷനിൽ കൂടി ഇലക്ട്രിസിറ്റി കടത്തിവിട്ടാൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് പാർട്ടിക്കിളുകൾ ഓപ്പോസിറ്റ് ചാർജുള്ള ഇലക്ട്രോഡുകളിലേക്ക് മൂവ് ചെയ്യുന്നു. ഇറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോഫോറസിസ്. കാഥോഡിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് കെപ്റ്റാഫോറസിസ്. ആനോഡിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് അനാഫോറസിസ്. കാഥോഡിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ DP പാർട്ടിക്കിൾസിന്റെ ചാർജ് എന്തായിരിക്കണം? കാഥോഡിന് നെഗറ്റീവ് ചാർജ് ആണ്, അപ്പോൾ DP പാർട്ടിക്കിൾസിന്റെ ചാർജ് പോസിറ്റീവ്. ആനോഡിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ DP പാർട്ടിക്കിൾസിന്റെ ചാർജ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. നമ്മളൊരു കൊളോയിഡൽ സൊല്യൂഷനെ എടുത്ത് ഇലക്ട്രോഫോറസിസ് നടത്തി നോക്കിയാൽ നമുക്കതിൻ്റെ ചാർജ് കണ്ടുപിടിക്കാൻ പറ്റും. ശരിയല്ലേ? കാഥോഡിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ കൊളോയിഡിന്റെ ചാർജ് പോസിറ്റീവാണ്. ആനോഡിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ കൊളോയിഡിന്റെ ചാർജ് നെഗറ്റീവാണ്. സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ചാർജ് ഓഫ് എ കൊളോയിഡ് by using electrophoresis. Okay. ഇനി DP പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റിനെ നമ്മൾ സപ്രസ് ചെയ്താൽ, പിടിച്ചു വച്ചാൽ, ഒരു കൊളോയിഡിൽ കൂടി ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ DP പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റിനെ തടസ്സപ്പെടുത്തിയാൽ DP മൂവ് ചെയ്യുന്നതിന് പകരം ഡിസ്പേർഷൻ മീഡിയം മൂവ് ചെയ്യാൻ തുടങ്ങുന്നു ടുവേർഡ്സ് ദി ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ഇലക്ട്രോഡ്സ്. ഡിസ്പേർഷൻ മീഡിയത്തിന്റെ മൂവ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ ഓസ്മോസിസ്. ഇലക്ട്രോ ഓസ്മോസിസ്. മൂവ്മെന്റ് ഓഫ് ഡിസ്പേർഷൻ മീഡിയം അണ്ടർ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് ഇലക്ട്രോ ഓസ്മോസിസ്. മനസ്സിലായോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3-4 ടേംസ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സ് ആണ്. കൊളോയിഡിന്റെ ചാർജിന് കാരണം 4 കാരണങ്ങളാണ് പ്രധാനമായി പറഞ്ഞത്. 1 റബ്ബിംഗ് വഴി, 2 ഇലക്ട്രോൺ ക്യാപ്ചർ വഴി, 3 അയോണൈസേഷൻ അഥവാ ഡിസോസിയേഷനും അഗ്രഗേഷനും വഴി, 4ാമത്തേത് പ്രിഫറൻഷ്യൽ അബ്സോർപ്ഷൻ ഓഫ് അയോൺസ്. What is the major reason behind the charge of a colloid? നീ ചോദിച്ചാൽ ആൻസർ ഏതാ? പ്രിഫറൻഷ്യൽ അബ്സോർപ്ഷൻ ഓഫ് അയോൺസ്. അവിടെ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്നുകൂടി പറയുകയാണ്. പ്രിഫറൻഷ്യൽ അബ്സോർപ്ഷൻ വഴി
dp പാർട്ടിക്കിൾസിന് ചുറ്റും ഒരു ഫിക്സഡ് ലെയർ ഓഫ് ചാർജ് ഉണ്ടാകുന്നു. dp പാർട്ടിക്കിൾസ് എല്ലായ്പ്പോഴും അബ്സോർബ് ചെയ്യുക dp പാർട്ടിക്കിളിലെ അയോണുകൾക്ക് കോമൺ ആയിട്ടുള്ള അയോണുകളെയാണ്. അത് ഓർത്തു വയ്ക്കണം. AgI അബ്സോർബ് ചെയ്യുന്നത് ഒന്നുകിൽ I മൈനസിനെ അല്ലെങ്കിൽ Ag പ്ലസിനെ. അപ്പോൾ AgI I മൈനസിനെ അബ്സോർബ് ചെയ്താൽ നെഗറ്റീവ് ചാർജ് ആയി. ആ നെഗറ്റീവ്ലി ചാർജ്ഡ് ലെയർ ഫിക്സഡ് ആണ്. ആ നെഗറ്റീവ്ലി ചാർജ്ഡ് ലെയർ സൊല്യൂഷനിൽ നിന്നും പോസിറ്റീവ് ചാർജ് ഉള്ള അയോണുകളെ അടുത്തേക്ക് വലിച്ചു നിർത്തുന്നു. അതൊരു മൊബൈൽ ലെയർ ആണ്. അപ്പോൾ dp പാർട്ടിക്കിൾസിന് ചുറ്റും രണ്ട് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ലെയറുകൾ വരുന്നു. ഒന്ന് പ്രിഫറൻഷ്യലായി അബ്സോർബ് ചെയ്തെടുത്ത ഫിക്സഡ് ലെയറും രണ്ടാമത്തേത് ഫിക്സഡ് ലെയർ വരുത്തിയ മൊബൈൽ ലെയറും. അതിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ എന്ന് വിളിച്ചത്. ഈ രണ്ട് ലെയറുകളും തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആയതുകൊണ്ട്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വിളിച്ച പേരാണ് സീറ്റ പൊട്ടൻഷ്യൽ അഥവാ ഇലക്ട്രോ കൈനറ്റിക് പൊട്ടൻഷ്യൽ. കൊളോയിഡൽ പാർട്ടിക്കിളുകൾക്ക് ചാർജ് ഉള്ളത് കൊണ്ട് കൊളോയിഡൽ സൊല്യൂഷനിൽ കൂടി ഇലക്ട്രിസിറ്റി കടന്നു പോകാൻ അനുവദിച്ചാൽ dp പാർട്ടിക്കിൾസ് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഫോറസിസ്. കാഥോഡിലേക്ക് മൂവ് ചെയ്താൽ കെറ്റാഫോറസിസ് എന്നും ആനോഡിലേക്ക് മൂവ് ചെയ്താൽ അനാഫോറസിസ് എന്നും വിളിക്കുന്നു. dp പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റിനെ തടസ്സപ്പെടുത്തിയാൽ ഇലക്ട്രിസിറ്റി കടത്തിവിടുമ്പോൾ dp പാർട്ടിക്കിൾസിന് പകരം ഡിസ്പേർഷൻ മീഡിയം മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. ഡിസ്പേർഷൻ മീഡിയത്തിന്റെ മൂവ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ ഓസ്മോസിസ്. ക്ലിയർ? അപ്പോൾ ഇവിടെ ധാരാളം ഷോർട്ട് ക്വസ്റ്റ്യൻസിന് ചാൻസ് ഉണ്ട്. ലിസ്റ്റ് ഔട്ട് ദ റീസൺസ് ബിഹൈൻഡ് ദ ചാർജ് ഓഫ് എ കൊളോയിഡ്. ദാറ്റ് ഈസ് വൺ ഷോർട്ട് ക്വസ്റ്റ്യൻ. രണ്ട്, വാട്ട് ഈസ് ദ മേജർ റീസൺ ബിഹൈൻഡ് ദ ചാർജ് ഓഫ് എ കൊളോയിഡ്? Then write notes on electrical double layer, theta potential, electrophoresis and electroosmosis. പിന്നെ ചോദിക്കാവുന്നത് give examples for a negatively charged colloid, give examples for a positively charged colloid. ഇതുമൊക്കെ ഇവിടുന്ന് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലാക്കിയെടുക്കാൻ. നന്നായിട്ട് ശ്രദ്ധിച്ച് ക്ലാസ് കേൾക്കുക, ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ച് കാര്യം മനസ്സിൽ ഉറപ്പിക്കുക. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറന്നു പോകാനുള്ള സാധ്യത ഇല്ല. മനസ്സിലാക്കി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.